ഇതുപോലുള്ള നാച്ചുറൽ ഷാമ്പു ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടോ? ഞാൻ ചോദിക്കാൻ കാരണമുണ്ട്. മലയാളത്തിൽ ആരും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എല്ലാവരും ചെയ്യുന്നത് ഈ അലോവേറ ജെല്ലും അങ്ങനെ എല്ലാ നാച്ചുറൽ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് ആ ഷാമ്പൂ ബേസ് അങ്ങോട്ട് ആഡ് ചെയ്യും. അപ്പം തീർന്നു. ഷാമ്പൂ ബേസിലാണ് എല്ലാ കെമിക്കൽസും സർഫെക്റ്റൻസും ഒക്കെ ഇരിക്കുന്നത് ഷാമ്പൂ ബേസിലാണ്. പക്ഷേ ഈ ഒരു ഷാമ്പൂവിനകത്ത് യാതൊരുവിധ സർഫെക്റ്റൻസും ഇല്ല, ഷാമ്പൂ ബേസും ഇല്ല. എല്ലാം നാച്ചുറലാണ്. അപ്പോൾ അതിൽ നിന്ന് പത കണ്ടോ, അതുവരെ നാച്ചുറലാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയല്ലോ. ആദ്യം തന്നെ ഒരു 150 ml ഡിസ്റ്റിൽ വാട്ടറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 10 സോപ്പുംകായയുടെ തൊലി മാത്രം മതി, അത് ആഡ് ചെയ്യുക. അതാണ് ഇതിൽ പതിയുന്ന സംഭവം. അത് കഴിഞ്ഞിട്ട് ഒരു സ്പൂണ് ഉണക്കിയ നെല്ലിക്ക. ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിക്കോട്ടോ. പിന്നെ ഒരു സ്പൂൺ ശിഖക്കായൻ്റെ പൗഡർ, പിന്നെ അതേപോലെ തന്നെ ഒരു സ്പൂൺ അരപ്പുപൊടി. അരപ്പുപൊടി എന്താണെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ആമസോണിൽ അവൈലബിൾ ആണ്. അതൊരു ഇലയാണ്, ഇല ഉണക്കി പൊടിച്ചതാണ്. അതിങ്ങനെ ഒരുപാട് ആൾക്കാർ ഷാമ്പൂവിന് പകരം യൂസ് ചെയ്യുന്നതാണ്. ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അരപ്പുപൊടിയും ശീകാക്കായും മാത്രം യൂസ് ചെയ്തിട്ട് ഷാമ്പൂ ആയിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും പോയി കാണാം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു 2 hours സോക്ക് ചെയ്യാൻ വയ്ക്കുക. 2 hours സോക്ക് ചെയ്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കാം. ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെമ്പരത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ ബീറ്റ്റൂട്ടിൻ്റെ പൊടിയോ എന്ത് പൊടി വേണമെങ്കിലും ആഡ് ചെയ്യുക. എന്നിട്ട് അതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും അടച്ചു വെച്ചിട്ട് വേവിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ അരിച്ചെടുത്തിട്ട് അതിൻ്റെ ആ ഒരു ഹാർഡ് പാർട്ടിക്കിൾസ് ഒന്നും വീഴാതെ നല്ല അടിപൊളിയായിട്ട് ലിക്വിഡായിട്ട് അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കുറച്ച് ഫ്ലാക്സ് സീഡ്, ഒരു 2 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡിനകത്തേക്ക് ഒരു 100 ml വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഫ്ലാക്സ് സീഡിന് പകരം വേണമെങ്കിൽ ആലോവേറ ജെല്ല് യൂസ് ചെയ്താലും മതി. ആലോവേറ ജെല്ല് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി മോയ്സ്ചറൈസിങ് ആണ്. പിന്നെ ആലോവേറ ജെല്ല് മുടിക്ക് നല്ലതാണല്ലോ. ഞാൻ ഫ്ലാക്സ് സീഡിലും ഈ omega-3 കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും മുടിക്ക് നല്ലതാണ്. അപ്പോൾ നമ്മളിനി മെഷർ ചെയ്യാൻ പോകുന്നത് ഫ്ലാക്സ് സീഡ് ജെല്ലും പിന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ സോപ്പും കായൊക്കെ ഇട്ടിട്ടുള്ള ഒരു ലിക്വിഡും കൂടെ ഒരു 84 ml എടുക്കണം. അതിലേക്ക് സ്മെല്ലിന് വേണ്ടി 10 ml റോസ് വാട്ടർ ആഡ് ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും കൂടെ 94 ml വേണം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലിസറിൻ ഒരു 4 ml വെജിറ്റബിൾ ഗ്ലിസറിൻ ആഡ് ചെയ്യണം, 4 ml. അതിലേക്ക് 1 gram ക്സാന്തം പൗഡർ. ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. ക്സാന്തം ഗം ഇല്ലെങ്കിൽ 5 ml വെജിറ്റബിൾ ഗ്ലിസറിൻ ആഡ് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ സാന്തം ഗം ആഡ് ചെയ്തത് ആ ഒരു ഒഴിക്കുമ്പോൾ ഒരു ക്രീമി കൺസിസ്റ്റൻസി വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ ഒരു നമ്മുടെ മിക്സറിക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. അടുത്തത് നമ്മൾ പ്രിസർവേറ്റീവായിട്ട് ജിയോ ഗാർഡ് ECT, അതായത് എക്കോസർട്ട് സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രിസർവേറ്റീവാണ്. അതാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. വലിയ പൈസയൊന്നുമില്ല, 25 ml 100 രൂപ എത്ര കണ്ടുള്ളൂ. നമ്മൾ 1 ml അല്ലേ ആഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്, ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഏത് സ്കിൻ പ്രോഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിലും. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മുടെ pH ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഷാമ്പൂവിൻ്റെ ഒരു 2 ml 8 ml ഡിസ്റ്റിൽ വാട്ടറിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ pH പേപ്പർ ആക്കിയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അറിയാം ഇതിൽ 4 കാണുന്നത് കുറച്ച് അസിഡിക്കാണ്. അപ്പോൾ അത് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ടത്തെ കെമിസ്ട്രി ഒക്കെ പൊടി തട്ടിയെടുക്കുക. കുറച്ച് ബേക്കിംഗ് പൗഡറാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും 5 വന്നു. എപ്പോഴും ഷാമ്പൂ ഒക്കെ ഉണ്ടാക്കുമ്പോൾ 5 മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ഷാമ്പൂ സോപ്പോ ഏതാണെങ്കിലും pH ബാലൻസ് ചെയ്യാൻ സൂക്ഷിക്കുക. അപ്പോൾ ഇതേപോലത്തെ ഒരു കണ്ടെയ്നറിൽ നമുക്ക് 6 months വരെ കേടാവാതെ ഇരിക്കും. ഷാമ്പൂ ബേസിലൊക്കെ സൾഫേറ്റ്സും പാരബൻസും പോലെയുള്ള സർഫെക്റ്റൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കാൽപ്പിലെ നാച്ചുറൽ ഓയിൽ വരെ ഊറ്റിയെടുക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇതാവുമ്പോൾ കംപ്ലീറ്റ്ലി ഇക്കോ ഫ്രണ്ട്ലി ആണ്. നമ്മുടെ വീട്ടിലെ ഈ ജലത്തിനും ജലാശയത്തിനും മത്സ്യമൃഗാദികൾക്കൊന്നും യാതൊരുവിധ നെഗറ്റീവ് എഫക്റ്റും ഇല്ല. ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് സോപ്പിനിട്ട് കുറച്ച് ഡ്രൈയിങ് ആണ്. ഡ്രൈ ഹെയർ ഉള്ളവരൊക്കെ കുറച്ച് മിനിമം ആയിട്ട് യൂസ് ചെയ്യുക. ഓയിലി സ്കാൽപ്പ് ഉള്ളവർക്കൊക്കെ ഭയങ്കര ക്ലെൻസിങ് ആണ്. ഒരുപാട് ഡ്രൈ ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വെറും മറ്റേ അരപ്പുപൊടി ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ അരപ്പുപൊടിയും ശിഖക്കായൻ്റെ പൊടിയും മാത്രം വെള്ളത്തിൽ ചാലിച്ചിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറൽ ഓയിൽസ് ഒന്നും പോവില്ല. നല്ല സ്മൂത്തായിട്ട് ഹെയർ കിട്ടുകയും ചെയ്യും. ഇത് എത്രയ്ക്ക് പതയുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു മഗ്ഗിനകത്ത് ഇത്തിരി ഷാമ്പു ഒഴിച്ചിട്ട് നമ്മൾ ടാപ്പ് തുറന്നു. കണ്ടോ, ശരിക്കും സാധാ ഒരു മൈൽഡ് ഷാമ്പു എത്രത്തോളം പത വരും അതേപോലെ തന്നെ പതയുന്നുണ്ട്. പിന്നെ സ്മെല്ലെന്ന് പറയുന്നത് നമ്മുടെ റോസ് വാട്ടറിൻ്റെ സ്മെല്ലാണ്, നല്ല അടിപൊളി സ്മെല്ലാണ്. അപ്പോൾ ഇതുപോലത്തെ കിടിലൻ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ബൈ.